നമസ്കാരം. കേരളത്തിലെ CPM-നോട് ആദായ നികുതി വകുപ്പും ഇഡിയുമെല്ലാം കാണിക്കുന്നത് നെറികേടും ഗുണ്ടായിസവുമാണ്. ഇത്രയും നല്ല പാർട്ടിയോടെ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ക്രൂരമായി നടപടിയെടുക്കാൻ തോന്നുന്നത്? കോടികൾ തിരിമറി നടത്തിയെന്നതിന്റെ പേരിൽ തൃശൂരിലെ CPM അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെ AKG സെന്ററും CPM സംസ്ഥാന സെക്രട്ടറിയുമെല്ലാം പ്രതികരിക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു നടപടി എടുക്കും മുമ്പ് ഇവർ മുൻകൂറായി തങ്ങളെ അറിയിച്ചില്ല എന്നുള്ള ആരോപണമാണ്. അങ്ങനെ മുൻപേ നിർദ്ദേശം നൽകി നടപടിയെടുക്കാൻ ഇവിടെ നടന്നിരിക്കുന്നത് കല്യാണമൊന്നുമല്ല, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന സൂചനയും റിപ്പോർട്ടും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട CPM-ന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ള നടപടിയാണ്. ഈ കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാതെയാണോ ഇക്കൂട്ടർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ചോദ്യം ഇതിന് പിന്നാലെ ഉയരുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ED ഇത്തരത്തിൽ കർശനമായ നടപടിയെടുക്കുമ്പോൾ എല്ലാവരും ആരോപിക്കുന്നത് EDയുടേത് കൃത്യമായിട്ടുള്ള ഗുണ്ടായിസ നടപടിയാണ് എന്നതാണ്. പക്ഷേ ഇവർ ചെയ്തു കൂട്ടുന്ന നെറികേടും കള്ളത്തരങ്ങളുമെല്ലാം ED പൊളിച്ചെടുക്കുന്ന നടപടിയാണ് ഇതെല്ലാം. ഇതിനെയെല്ലാം വെറും ഗുണ്ടായിസം എന്ന ഒരു വാക്ക് പറഞ്ഞ് വിമർശിക്കാനാണ് CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിലെ CPM അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തിൽ AKG സെന്റർ വിഷയത്തിൽ പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് AKG സെന്റർ പറയുന്നു. CPM വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും കൃത്യമായി സമർപ്പിക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. തൃശൂരിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ തെറ്റുകൾക്കെതിരെ ഉറച്ച് നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പക തീർക്കുകയാണ് BJP സർക്കാരിന്റെ തീരുമാനം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ AKG സെന്റർ പ്രതികരിക്കുന്നത്. BJP സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് തൃശൂരിന്റെ CPM അക്കൗണ്ട് മരവിപ്പിച്ചെന്ന നടപടി ഉണ്ടായതെന്ന് AKG സെന്റർ പറയുന്നു. എൻഫോഴ്സ്മെന്റ് നൽകിയിട്ടുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഹാജരായത്. പക്ഷേ AKG സെന്റർ അവകാശപ്പെടുന്ന MM വർഗീസ് ഹാജരായിട്ടുണ്ട് എന്ന ഈ അവകാശവാദം ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല, കള്ളപ്പണത്തിന്റെ യാതൊരു തെളിവുകളും നൽകിയിരുന്നില്ല. MM വർഗീസ് ഹാജരായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇത്തരത്തിൽ MM വർഗീസ് ഉൾപ്പെടെ 1 കോടിയോളം രൂപ പിൻവലിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ട നടപടിയും. എന്തായാലും MM വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത് എന്നും മുൻകൂട്ടി യാതൊരു നോട്ടീസും നൽകാതെയും വിശദീകരണം ആവശ്യപ്പെടാതെയും ഇൻകം ടാക്സ് അധികൃതർ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തതെന്നും CPM ഇപ്പോൾ ആരോപിക്കുന്നു. അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് CPM പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെയും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെയും വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ് ഇതെന്ന് CPM ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും CPM അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി ഇത്തരം നയങ്ങൾ തിരുത്താനുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്നും CPM ഈ പത്രക്കുറിപ്പിനിടെ പറയുകയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം AKG സെന്റർ നൽകിയിരുന്ന വിശദീകരണമാണ്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഈ നടപടിക്കെതിരെ കേസ് എടുക്കുമെന്നതാണ്. എന്നാൽ ഇവർ നടത്തിയ കൊള്ളയ്ക്ക് കൃത്യമായ തെളിവ് നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അങ്ങനെയൊരു നടപടി എടുത്തതെന്നത് ഗോവിന്ദനാശാൻ ഉൾപ്പെടെ ബോധം ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നതാണ് ഈ വിശദീകരണത്തിലൂടെയും ഈ ആരോപണത്തിലൂടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.